കാവ്യയുടെ കരിയറിൽ ഏറ്റവും വലിയ ഒരു ഉയർച്ച ഉണ്ടായത് ദിലീപുമായിട്ട് ചേർന്നുള്ള ചില സിനിമകൾ ഹിറ്റായപ്പോഴായിരുന്നു. അപ്പോ ദിലീപ് കാവ്യമാധവൻ ഒരു ഭാഗ്യ ജോഡിയാണെന്ന് പലരും കരുതുകയും ചെയ്തു. കാവ്യം അങ്ങനെ കരുതിയിരുന്നു? അങ്ങനെ ഭാഗ്യ ജോഡി എന്നുള്ളത് ആൾക്കാർ തന്നിട്ടുള്ള ഒരു അംഗീകാരമാണത്. ഞങ്ങളൊരു ഭാഗ്യ ജോഡിയാണെന്നൊന്നും അങ്ങനെ ഞങ്ങളായിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല. ആൾക്കാർ ഞങ്ങളുടെ ജോഡി ഇഷ്ടപ്പെടുന്നുണ്ട്. അതിനു മുമ്പ് ഇപ്പൊ ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ തുടങ്ങി എനിക്ക് തോന്നുന്നു ഒരു മീശമാധവനിലൂടെയാണ് ആൾക്കാരത് കൂടുതൽ ആ ഒരു പേരിന് ഇഷ്ടപ്പെടാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ അതിനുശേഷം കുറെ സിനിമകൾ അടുപ്പിച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഞാനോ ദിലീപേട്ടനോ ഞങ്ങൾ ഒരുമിച്ചിട്ട് അഭിനയിച്ചിട്ടുള്ള സിനിമ തന്നെയാണ് മിഡിരണ്ടിലും സദാനന്ദന്റെ സമയമൊന്നും വിജയിക്കാത്ത സിനിമകളാണ്. നല്ല സിനിമകൾ തന്നെയാണ്, പക്ഷെ വിജയിച്ചിട്ടൊന്നുമില്ല. അപ്പൊ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഒരുപക്ഷെ ഭാഗ്യ ജോഡികളാണെന്ന് തോന്നിയതുകൊണ്ടാണോ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ബിസിനസ്സിലേക്കും സഹകരിക്കാമെന്ന് കരുതിയത്? ബിസിനസ്സിലേക്ക് അങ്ങനെ അതിലിപ്പോ ഞാൻ പാർട്ട്ണറേ അല്ല ആ ഒരു ബിസിനസ്സിൽ. അത് പലർക്കും അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. ആക്മെ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനിയിൽ ഞാനും ആദ്യമായിരുന്നു. അതിന്റെ ഒരു 12 പേര് കൂടിയിട്ടുള്ളൊരു ബിസിനസ്സാണ്. അതിലൊരാളായിരുന്നു ഞാൻ. ഇപ്പൊ പക്ഷെ ഞാൻ അതിൽ നിന്ന് മാറി. അപ്പൊ ഞാൻ അതിലൊരു പാർട്ട്ണർഷിപ്പ് ഒന്നും ഇപ്പൊ എനിക്കില്ല. അതെന്താ മാറാൻ കാരണം? എന്താ വെച്ചാല്, ഒന്നാമത് അത് റിയൽ എസ്റ്റേറ്റും അങ്ങനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഞങ്ങളുടെ വീട്ടിൽ ആർക്കും ഒരു റിയൽ എസ്റ്റേറ്റിനെ സംബന്ധിച്ച് എന്റെ അച്ഛന്റെ 17-ാം വയസ്സ് തൊട്ട് ഞങ്ങളുടെ നീലേശ്വരത്തെ ഷോപ്പ് ഗാർമെന്റ്സ് ബിസിനസ്സാണ് നോക്കി നടത്തുന്നത്. അതിൽ കൂടുതലുള്ളൊരു അതിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലേ നമുക്ക് അറിയുള്ളൂ. ഇതിപ്പോ റിയൽ എസ്റ്റേറ്റ് നമ്മളതിന്റെ മീറ്റിങ്ങിന് പങ്കെടുക്കാൻ സാധിക്കുന്നില്ല. പിന്നെ എന്തിനാണ് നമ്മൾ ഒരു പരിചയമില്ലാത്തൊരു ഫീൽഡിലേക്ക് ചെന്ന് പെട്ടിട്ട് കുറെ പൈസയൊക്കെ അതിൽ കൊണ്ടിട്ടിട്ട് കളയുന്നതിനേക്കാളും നല്ലത് നമുക്ക് പരിചയമുള്ള, നമ്മൾ കൊണ്ടു നടന്നിട്ടുള്ള, നമ്മളെ ഇത്രയും നാളും നമ്മൾ ജീവിച്ചൊരു ഫീൽഡ് ഗാർമെന്റ്സ് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇപ്പുറത്ത് വേറൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങളൊരു കമ്പനി ഫോം ചെയ്തു, മാഷ്മിക ഡിസൈൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള ഒരു കമ്പനി ഫോം ചെയ്തു. ഇപ്പൊ അതാണ് ഇപ്പൊ ഞങ്ങളുടെ ബിസിനസ്. മഞ്ജു വാര്യരും കാവ്യമാധവനും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്? ഞാൻ സിനിമയിൽ മഞ്ജുച്ചിനെ കാണുന്നതിന് മുമ്പ് ആസ് എൻ ആർട്ടിസ്റ്റ് ഞാൻ മഞ്ജുച്ചിയുടെ വലിയൊരു ഫാനായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിനേക്കാൾ ഉപരി ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ, ഒരു ഭാര്യ എന്നുള്ള രീതിയിൽ, ഒരു അമ്മ എന്നുള്ള രീതിയിൽ ഞാൻ മഞ്ജുച്ചിയുടെ വലിയൊരു ഫാനാണ്. ആ ബന്ധം ഞങ്ങൾ എപ്പോഴും ഉണ്ട്. ഞങ്ങൾ ഫോണിൽ സംസാരിക്കാറുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഒരേ മാസം ജനിച്ചിട്ടുള്ള ആൾക്കാരാണ്. മഞ്ജു ചേച്ചി 10-ാം തീയതി ബർത്ത്ഡേ, എന്റെ 19-നാണ് ബർത്ത്ഡേ. ഞങ്ങളുടെ രണ്ടുപേരുടെയും ബർത്ത്ഡേ ഞങ്ങൾ ഒരിക്കലും മറക്കാറില്ല. അതിനൊക്കെ ഞങ്ങൾ വിളിച്ച് വിഷ് ചെയ്യാറുണ്ട്. കാണുന്നത് വളരെ അപൂർവം. ഇപ്പോ എന്താ പറയാ, ചില കല്യാണങ്ങൾ അങ്ങനെയൊക്കെ വരുമ്പോഴേ കാണുന്നുള്ളൂ. അല്ലാതെ കാഴ്ചകൾ വളരെ കുറവാണ്. പക്ഷെ ഫോണിലുള്ള ബന്ധം എപ്പോഴും ഉണ്ട്. നിങ്ങൾക്കിടയിൽ എപ്പോഴെങ്കിലും തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെനിക്ക് പെട്ടെന്ന് മനസ്സിലായേനെ മഞ്ജു ചേച്ചിയുടെ സംസാരത്തിലോ ഒന്നും. ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയാൻ പാടില്ല, എന്റെ ഒരു ചേച്ചി എന്നുള്ള രീതിയിൽ ഞാൻ കാണുന്ന ഒരാൾ തന്നെയാണ് മഞ്ജു ചേച്ചി. ഇപ്പോ മലയാളത്തിലെ സാധാരണ സിനിമ നടിമാരുടെ ഒക്കെ ജീവിതത്തിന്റെ ഒരു തിരക്കഥ എന്ന് പറഞ്ഞാൽ കുറെ കാലം സിനിമയിൽ നിൽക്കും, കുറച്ച് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കും, പെട്ടെന്ന് വിവാഹം കഴിച്ച് ഈ രംഗത്ത് നിന്ന് അങ്ങോട്ട് മാറും. വിവാഹം കഴിക്കുന്നതാണെങ്കിൽ മിക്കവാറും ഈ അമേരിക്കയിൽ നിന്നോ വല്ലതും ആയിരിക്കും. അപ്പൊ ആ സാധാരണ തിരക്കഥയിലേക്ക് തന്നെയാണോ കാവ്യയുടെ ജീവിതത്തിന്റെയും പോക്ക്? എനിക്കറിയില്ല. എന്റെ കഥയിലും ദൈവം തിരക്കഥ അങ്ങനെ തന്നെയാണോ എഴുതിയിരിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കല്യാണം എന്തായാലും സംഭവിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ കല്യാണം കഴിഞ്ഞിട്ടുള്ള അഭിനയം അത് ഓരോരുത്തരുടെ താല്പര്യം. എനിക്ക് തോന്നുന്നില്ല പക്ഷെ എനിക്കൊരിക്കലും ഞാൻ സിനിമ പൂർണ്ണമായിട്ട് നിർത്തി ഇനി നാളെ തൊട്ട് ഞാൻ സിനിമയിലില്ല എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എനിക്ക് എല്ലാം നേടിത്തന്നത് സിനിമയാണ്. എന്റെ 5 വയസ്സ് തൊട്ട് സിനിമയാണ് എന്റെ ജീവിതം തന്നെ. സിനിമയില്ലാത്ത അല്ലെങ്കിൽ സിനിമയ്ക്ക് അപ്പുറമുള്ളൊരു ചിന്ത എനിക്ക് ഉണ്ടായിട്ടില്ല. എനിക്കുള്ള അനുഭവങ്ങൾ, എനിക്കുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള സിനിമയാണ്. സിനിമ നാളെ തൊട്ട് സിനിമയായിട്ടൊരു ബന്ധം എനിക്കില്ലാന്ന് ആലോചിക്കാനേ എനിക്ക് പേടിയാണ് സത്യം പറഞ്ഞാൽ. പക്ഷെ ഇതൊക്കെ സംഭവിക്കേണ്ട കാര്യം തന്നെയാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് കൂടുതലും പുറത്തു നിന്ന് എല്ലാവരും നോക്കുന്നത്, ഇപ്പൊ നമ്മൾ കേരളത്തിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന കേരളത്തിലുള്ള ഒരാളെ കല്യാണം കഴിച്ചാൽ ഇതേ ലൈഫ് തന്നെ ആയിരിക്കില്ലേ നമുക്ക് പിന്നെ ഉണ്ടാവുക. നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. എപ്പോഴും ഇപ്പൊ ഒരു മാധ്യമരംഗങ്ങളിൽ നിന്നുള്ള ഒരു ഇന്റർവ്യൂവിനാണെങ്കിലും എപ്പോഴും നമ്മളെ തേടിക്കൊണ്ടേയിരിക്കും. നമുക്ക് ചുറ്റും ആൾക്കാരുണ്ടാവും. അല്ലാതെ ഒരു സ്വസ്ഥമായിട്ടുള്ള
നല്ല സ്വസ്ഥമായിട്ടൊരു ഭാര്യ ആവാനോ ഒന്നും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം എല്ലാവരും കൂടുതൽ ആൾക്കാരും പുറത്തേക്ക് പോകുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കഴിവുറ്റ മഞ്ജു വാര്യരെ പോലെയുള്ള ഒരു നടി വിവാഹത്തിന് ശേഷം അഭിനയം നിർത്തിയതിനെ കാവ്യ നന്നായി കാണുന്നുണ്ടോ? എനിക്ക് തോന്നുന്നത് മഞ്ജു ചേച്ചി അന്ന് അഭിനയം നിർത്തിയത് കൊണ്ടാണ് ഇന്നും ഇപ്പൊ അഭിനയം നിർത്തിയിട്ട് ഇത്രയും വർഷമായിട്ട് നമ്മൾ മഞ്ജു ചേച്ചിനെ കുറിച്ച് ഓർക്കുന്നതും മഞ്ജു ചേച്ചിന് ഏത് ഹീറോയിൻ വന്നാലും അവരുടെ ഒരു ഇന്റർവ്യൂവില് മഞ്ജു വാര്യർ എന്നുള്ളൊരു വിഷയം ചോദ്യമായിട്ട് വരുന്നതും. ചിലപ്പോൾ പിന്നീടും മഞ്ജു ചേച്ചി ഒരുപാട് കാലം അഭിനയിച്ചിരുന്നെങ്കിൽ ഈ ഒരു വില ചിലപ്പോൾ അന്ന് ഉണ്ടായി എന്ന് വരില്ല. മഞ്ജു ചേച്ചി ഏറ്റവും പീക്കായിട്ടുള്ള ഒരു സമയത്താണ് മഞ്ജു ചേച്ചിനെ നമുക്ക് കണ്ടിട്ട് കൊതി തീരുന്നതിന് മുമ്പാണ് മഞ്ജു ചേച്ചി പോയത്. അതായിരിക്കാം ഇപ്പോഴും സാർ ഇപ്പൊ എന്റെ അടുത്ത് ഈ ചോദ്യം ചോദിക്കാനുള്ള കാരണം അത് തന്നെയായിരിക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മഞ്ജു ചേച്ചി കൂടുതൽ കുടുംബത്തിന് പ്രാധാന്യം കൊടുത്തിട്ട് ആണ് മാറിയത്. എന്നിട്ട് അവരതിൽ പരാജയപ്പെടുകയൊന്നും ചെയ്തിട്ടില്ലല്ലോ, അവരതിൽ വിജയിക്കുകയല്ലേ ചെയ്തിട്ടുള്ളൂ. അപ്പൊ നമ്മളവര് ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ അവരെ നമ്മൾ പറയുന്നത് പോലെ തന്നെ ഒരു ഭാര്യ എന്നുള്ള രീതിയിൽ, ഒരു അമ്മ എന്നുള്ള രീതിയിൽ നമ്മൾ അവരെ അഭിനന്ദിച്ചിട്ടേ മതിയാവും. പുരുഷനെ പോലെ തന്നെ സ്ത്രീക്ക് ഒരു ജീവിതമുണ്ട്. ഒരു കലാജീവിതം എന്ന് പറയുന്നതിന്റെ അന്ത്യം കുറിക്കേണ്ട ഒരു കാര്യമാണ് വിവാഹം. അങ്ങനെയില്ല. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോരുത്തരുടെ കാഴ്ചപ്പാടനുസരിച്ചിട്ടാണ്. ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ടും അഭിനയിക്കുന്നുണ്ട്. ജ്യോതിർമയി, ജ്യോതി ചേച്ചിയൊക്കെ കല്യാണം കഴിഞ്ഞിട്ടും എനിക്ക് തോന്നുന്നു കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് അവർ കൂടുതൽ സിനിമയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നത്. ഒരുപാട് പേരുണ്ട് അങ്ങനെ. തമിഴിലാണെങ്കിലും ഇപ്പൊ നമിത എന്നൊക്കെ പറഞ്ഞ ആർട്ടിസ്റ്റ് കല്യാണം കഴിഞ്ഞിട്ട് സിനിമയിലേക്ക് വന്നിട്ടുള്ള ആൾക്കാരാണ്. ഓരോരുത്തരുടെ കാഴ്ചപ്പാടിന്റെ വ്യത്യാസമാണ്. ഞാൻ അറിഞ്ഞിടത്തോളം മഞ്ജു ചേച്ചിക്ക് കൂടുതലും കുടുംബമായിട്ട് ഇടപഴകാനാണ് കൂടുതൽ താല്പര്യം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് സംസാരത്തിലൊക്കെ. എന്റെ അടുത്ത് ഞാൻ മഞ്ജു ചേച്ചിയായിട്ട് സംസാരിക്കുമ്പോൾ ഒരിക്കൽ പോലും ഇപ്പോഴത്തെ സിനിമ ഏതാ, ഇപ്പൊ എവിടുന്നാ സംസാരിക്കണേ, ഏത് ലൊക്കേഷനാണെന്നൊന്നും എന്റെ അടുത്ത് ചോദിച്ചിട്ടില്ല. അമ്മയ്ക്ക് സുഖാണോ, അച്ഛന് സുഖാണോ, വീട്ടിലെങ്ങനെ, താമസം എങ്ങനെ, മറ്റേ സ്ഥലത്ത് പോകാറുണ്ടോ, ഇന്ന് അമ്പലത്തിൽ പോയിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളെ ഞങ്ങൾ സംസാരിക്കാറുള്ളൂ. ഉള്ളിൽ എവിടെയെങ്കിലും അവർക്കൊരു വിഷമം സിനിമ വിട്ടതുകൊണ്ടുണ്ടെങ്കിൽ അവരുടെ സംസാരത്തിലും ആറ്റിറ്റ്യൂഡിലൊക്കെ നമുക്കത് കാണാം. അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല അവരെ സംബന്ധിച്ചിടത്തോളം. കാവ്യ പറഞ്ഞതനുസരിച്ച് സിനിമാ രംഗം കാവ്യക്ക് വളരെ ഇഷ്ടമുള്ള ഒരു രംഗം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ കാവ്യ എന്തുകൊണ്ടാണ് സിനിമാ രംഗത്തുനിന്ന് ഒരു വരനെ തേടാത്തത്? അതുപോലെ കാവ്യയുടെ ഏക സഹോദരന് എന്തുകൊണ്ടാണ് സിനിമാ രംഗത്തുനിന്ന് ഒരു വധുവിനെ കണ്ടുപിടിക്കാത്തത്? സിനിമാ രംഗത്ത് വധുവിനെ ഇപ്പൊ തൽക്കാലം വീട്ടിൽ ഒരു സിനിമാ താരം മതി, അതുകൊണ്ടാണ് അങ്ങനെ വിചാരിക്കുന്നത്. പിന്നെ സിനിമാ രംഗത്തുനിന്ന് വെച്ചാല് എനിക്കങ്ങനെ നിർബന്ധങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. എപ്പോഴും എൻ്റെ അടുത്ത് പണ്ടുതൊട്ട് എല്ലാവരും ഏത് രംഗത്തു നിന്നായിരിക്കും കല്യാണം കഴിക്കുമ്പോൾ വരനെ നോക്കുക എന്ന് പറയുമ്പോൾ ഞാൻ പറയാറ് എനിക്ക് ബാക്കി ഏത് ഫീൽഡിനേക്കാളും എനിക്ക് പരിചയമുള്ളത് സിനിമയാണ്. സിനിമയുടെ തിരക്ക്, ഒരു ഫിലിം സ്റ്റാറിന്റെ ഒരു ദിവസത്തെ ഷെഡ്യൂൾ എങ്ങനെയാണ് എന്നൊക്കെ എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവും, എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റും. അല്ലാതെ ഇപ്പൊ ഒരു ഡോക്ടർ, ഒരു എഞ്ചിനീയർ, വേറെ ഏതെങ്കിലും ഒരു ബിസിനസ് അങ്ങനെയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ എനിക്കത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ നമുക്ക് തന്നെ അറിയാം, ഇപ്പൊ ഫിലിം സ്റ്റാർസ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിച്ചിട്ടുള്ള അവരുടെ ഒരു ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ വളരെ കുറച്ച് പേര് മാത്രമേ ഇപ്പോഴും ഒരു എന്താ പറയാ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകുന്നത് വളരെ കുറച്ച് പേര് മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കി പലരും എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ കാരണം ഡിവോഴ്സ് ആയിട്ട് പോയിട്ടുള്ളൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ചിലപ്പോൾ അങ്ങനെ റിസ്കിന്റെ ആവശ്യം വേണ്ടി വരുമോ എന്ന് വെച്ചിട്ടായിരിക്കാം എന്റെ അച്ഛനും അമ്മയും അങ്ങനെ ഒരു താല്പര്യം ആദ്യമേ കാണിച്ചിട്ടില്ല. അവര് ആദ്യം തൊട്ടേ കല്യാണത്തിന് നോക്കുമ്പോൾ പുറത്തുനിന്ന് തന്നെയായിരുന്നു നോക്കിയിട്ടുള്ളത്. എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ ഒരു ഇന്ന ഫീൽഡിൽ നിന്നായിരിക്കണം അങ്ങനെയൊന്നുമില്ല. എനിക്ക് എന്നെ നന്നായിട്ട് നോക്കണം, എന്റെ അച്ഛനും അമ്മേനെ നന്നായിട്ട് നോക്കണം, നല്ല ഒരാളായിരിക്കണം, പിന്നെ നല്ല മനുഷ്യനായിരിക്കണം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റൂല. നമുക്ക് അറിയില്ലല്ലോ വരുന്നാൾ എങ്ങനെയായിരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു എന്റെ കുടുംബത്തിന്റെ ഒക്കെ ഒരു ഇത് വെച്ചിട്ട് അങ്ങനെ കുഴപ്പമൊന്നും വരുത്തില്ല ദൈവം എന്ന് എനിക്ക് തോന്നുന്നു. ഈ പൂജയിലും വ്രതത്തിലും ഒക്കെ വിശ്വസിച്ചുകൊണ്ട് എനിക്കൊരു നല്ല വരനെ ദൈവം കൊണ്ട് തരും എന്ന് വിശ്വസിക്കുന്ന ഒരു സാധാരണക്കാരിയായി നിൽക്കാൻ തന്നെയാണ് ഞാൻ. സാധാരണക്കാരി തന്നെയാണ്, അങ്ങനെ ആയി നിൽക്കുന്നതല്ല. ഞാൻ സാധാരണക്കാരിയായിട്ടേ ഞാൻ വളർന്നിട്ടുള്ളൂ, സാധാരണക്കാരിയായിട്ടേ എന്നെ വളർത്തിയിട്ടുള്ളൂ. അപ്പൊ ജാതകമൊക്കെ പൂർണ്ണമായും നോക്കി പൊരുത്തപ്പെട്ടെങ്കിൽ മാത്രമേ ആ വിവാഹം? തീർച്ചയായിട്ടും ജാതകത്തിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്റെ കാര്യത്തില്.